സർ ബിൽ. രാവിലെ വന്നിരിക്കാൻ തുടങ്ങിയതാ. ഇതിപ്പോ 5ാമത്തെ ചായ കുടിക്കണേ. ലാപ്ടോപ്പൊക്കെ ഉണ്ടല്ലോ. എന്നാ ഉറപ്പിച്ചോ അതെവിടെന്നെങ്കിലും മോഷ്ടിച്ചതാവും. അതിനകത്തേക്ക് കയറാൻ തന്നെ സെക്യൂരിറ്റി സമ്മതിക്കുന്നില്ല. പിന്നെയാ ആളെ കണ്ടുപിടിക്കുന്നത്. ഭായി, ഞാനൊരു ഫോട്ടോ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. സഞ്ജീവിന് വരാൻ ജോയിൻ ചെയ്തൊരു ലേഡിയാണ്. സെപ്പറേറ്റഡ്, സിംഗിൾ ആൻഡ് കരിയർ ഫോക്കസ്ഡ്. ആള് വിചാരിച്ച ചിലപ്പോൾ ആ ലാപ്ടോപ്പ് ഒന്ന് അൺലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. സർ, Yes? കാർഡ് ഡിക്ലൈൻഡ് ആണ്. എനി അതർ പേയ്മെന്റ് മെത്തേഡ്? അതെന്റെ സുഹൃത്ത് തരും. ഇവിടെ തന്നെ ഉണ്ട്, ഇപ്പൊ വരും. കുണുക്കിട്ട കോഫി എന്ന് പറഞ്ഞിട്ടൊരു കോഫി കിട്ടും ഇവിടെ. നല്ല അതാണ്. best സാധനാ. വാ. ഏത്? ആ പോയോര്. അതെ. ഓക്കെ സർ. കുണുക്കിട്ട കോഫി ട്രൈ ചെയ്താലോ? പല ഫ്ലേവറിൽ കിട്ടും. സർ, മെനു വന്നു. സ്നാക്സ് എന്താ വേണ്ടത്? സാനിഷ്ടൽ പറഞ്ഞോളൂ സർ. ഇവിടെ എങ്ങനെയാണോ എന്താ സർ? ഓർഡർ എടുക്കുന്നതിന് മുമ്പ് ബില്ലാണോ തരുന്നത്? അല്ല, ആ സാറ് തരാൻ പറഞ്ഞു. സാറ് ആ സാറ്. ഞാൻ ചോദിച്ചിട്ട് വരാം. ഹലോ സാർ, ഈ 5 ചായയുടെ കാശ് മാത്രം കൊടുത്താൽ മതിയോ അതോ വൈകിട്ട് കഴിക്കാനുള്ള ബിരിയാണിയുടെ കാശും കൂടി ഞാൻ കൊടുക്കണോ? സോറി, എൻ്റെ ഒരു സുഹൃത്ത് എന്നെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അയാളെന്നാ വിചാരിച്ച്. ഓഹോ ഹോ ഹോ ഹോ, ആള് മാറിയതാണല്ലേ. അപ്പൊ എനിക്കിത് ഇവിടെ വയ്ക്കാലോ? അല്ലെങ്കിലും സതീഷിനെ ഓൺ സൈറ്റ് വിടാൻ പേഴ്സണലി എനിക്കത്ര താല്പര്യം ഉണ്ടാവില്ല, എനിക്കറിയാം. സാം, കീപ് ദിസ് ബിറ്റ്വീൻ അസ്. ഓക്കെ. കഴിഞ്ഞ 2 ക്വാർട്ടറിലെ റവന്യൂ സാമിന് അറിയാലോ. വി നീഡ് ടു ഹാവ് എ ഫ്യൂ മോർ ആക്റ്റീവ് അക്കൗണ്ട്സ് വെരി ബാഡ്ലി. എൻ്റെ പൊന്ന് ഗാഗ, അല്ല ഗായത്രി, ഞാനതല്ലേ പറഞ്ഞേ, സതീശൻ പോയി കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല. എനിക്ക് പോകാൻ പ്രത്യേകിച്ച് വലിയ താല്പര്യമൊന്നുമില്ല, എങ്കിലും ഞാൻ പോയ ചില ഗുണങ്ങളുണ്ട്. എന്തു ഗുണം? അതെ, എനിക്കൊരു അമ്മാവനുണ്ട്. SFOയിൽ പുള്ളി ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ പ്രൊജക്ട്സ് ഒക്കെ ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് പുള്ളിയെ ക്യാൻവാസ് ചെയ്ത് കൺവിൻസ് ചെയ്ത് കൊണ്ടുവന്നോടെ ഇങ്ങോട്ടേക്ക്. ആഹാ, സാമിന് അങ്ങനെ ഒരു അമ്മാവനുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 1-2 കേസ് സ്റ്റഡീസ് ഒന്ന് പിച്ച് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാവൻ റിജക്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ഭയങ്കര കക്ഷിയാട്ടോ, പരിചയപ്പെട്ട ആളാ. ഒരുപാട്, ഒരു സകലകലാവല്ലഭൻ, ഓഫ് റോഡിങ്, പിന്നെ സ്കൂബ ഡൈവിംഗ്, ബഞ്ചി ജമ്പിങ്, കരാട്ടെ, കുങ്ഫു, അങ്ങനെ പുള്ളിക്കില്ലാത്ത ഒരു പരിപാടിയും ഇല്ല. കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ. ഒരു എലഗൻ ക്രോണിക് ബാച്ചിലർ, ഗായത്രിയെ പോലെ തന്നെ. സാറിന് ഓർഡർ കൂടി ഉണ്ട് കേട്ടാ. ആ, ഈ പുള്ളി ഇതുവരെ പോയില്ലേ? കാശ് കിട്ടണമെന്ന് തോന്നണില്ല കേട്ടാ. അയാള് ഫ്രോഡാണെന്നാ തോന്നുന്നേ. കണ്ടിട്ടൊരു ഫ്രോഡാടോ, പിടിച്ച് പോലീസിൽ ഏൽപ്പിക്ക്. പിന്നെ അല്ലാതെ Tú me tienes en altura, baby, tú me subes temperatura. Yo no quiero perderte, yo no quiero perderte, dame അങ്കിളെ, ഞാനിപ്പം വൈകിപ്പോയി. അയച്ചിട്ടുണ്ട്. പോവാം. അങ്കിൾ എങ്ങനെ ഇങ്ങോട്ട് വന്നേ? എനിക്ക് അങ്കിൾ ആദ്യം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ സാർക്ക് ഇത്ര പൊക്കമില്ലല്ലോ. ആൻറ്റി പൊക്കം കുറവാണല്ലേ. സാമിൻ്റെ ചൂണ്ടയിൽ കുരുങ്ങി ലേഡി ഗാഗ അമേരിക്കയിലെ ഇല്ലാത്ത അമ്മാവനെ സ്വപ്നം കാണാൻ തുടങ്ങിയപ്പോൾ വാസ്തവത്തിൽ ഗ്രൗണ്ട് ഒരുങ്ങുന്നത് മറ്റൊരു കളിക്ക് വേണ്ടിയായിരുന്നു. അങ്കിളെ, ഞാനൊന്ന് ഫുഡ് വാങ്ങിയിട്ട് വരാം. അങ്കിൾ ഇവിടെ ഇരിക്കും, 5 മിനിറ്റ്. കുഴിമന്തിയാണ് മേടിച്ചത്. സാധാരണ ഞാൻ ചെസ് പീസിന് അടി ഉണ്ടാക്കാറാ പതിവ്.
അങ്ങനെ ആരോ ആർക്കോ വേണ്ടി ഓർഡർ ചെയ്ത ടൈം ബോംബ് ഒപ്പിട്ട് വാങ്ങിച്ച് പപ്പം വീട്ടിലോട്ട് കെട്ടിയെടുത്തപ്പോൾ ഇവിടെ ഓൾറെഡി പൊട്ടാണ്ട് കിടന്ന പടക്കങ്ങൾ വരെ പതുക്കെ ചീറ്റി തുടങ്ങി. പ്രേമേട്ടാ, ഓ നമ്മൾ ഈ തപ്പി നടക്കുന്നവൻ നമ്മളോട് തന്നെ ഇല്ലേ എന്നൊരു കുഡ് യു പ്ലീസ് ക്ലാരിഫൈ? നിങ്ങൾക്ക് ആ പപ്പനെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നിയായിരുന്നോ? ഏത് പപ്പൻ? ആ ഇവിടുത്തെ പപ്പനില്ലേ ഉമാരുടെ കൂടെയുള്ള? ആ ഈ തപ്പിട്ട് കിട്ടാൻ സ്ഥിതിക്ക് ചേട്ടനും ഇവരൊക്കെ ഇങ്ങനെ തിരിച്ചു വരിക്കും അല്ലേ? ഇല്ല ഇല്ല ഇല്ല. വന്ന സ്ഥിതിക്ക് കംപ്ലീറ്റ് തപ്പിയിട്ടേ പോകുന്നുള്ളൂ. അവനെ കൈ കിട്ടിയാൽ ഇടി ചേർ കയറ്റിയിട്ടേ കൊണ്ടുപോകൂ.